നിങ്ങൾക്ക് ദൈവസ്നേഹം വർത്തമാനമാകണം. എന്നുവെച്ചാൽ ഇന്നലെ ഉണ്ടായതിനേക്കാൾ സ്നേഹം ഇന്നുണ്ടാകണം, ഇന്നുള്ളതിനേക്കാൾ സ്നേഹം നാളെ ഉണ്ടാകണം. സ്നേഹത്തിൽ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കത്തിലൊരിക്കലും. സ്നേഹത്തിൽ വളർച്ചയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തളർച്ചയെന്നാണ്. നമ്മുടെ വേഗത നിശ്ചയിക്കുന്നത്, ഉടമ്പടിയുടെ വേഗത നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ആക്ടിവേഷൻ ശക്തിപ്പെടും. നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ശക്തിപ്പെടും. അതിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ എന്താ വെച്ചാൽ സന്തോഷമെന്നുള്ളത് സ്നേഹം പോലെ തന്നെ ഒരു സംഭവമാണ്. അത് സന്തോഷമെന്ന് പറയണത്, അത് സന്തോഷത്തോടെയാണ് ബാക്കിയെല്ലാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ ദൈവസ്നേഹം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റണത്. നിങ്ങൾക്ക് അയ്യോ ഇനി ഉറങ്ങണ സമയമാണല്ലേ, 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പോൾ അമ്മ പറയും, എടി ഉറങ്ങണ കഷ്ടമത്ത് പോയപ്പോൾ പത്രം കൊടുക്കാൻ പറ്റില്ല നിനക്ക്, ഞാൻ ഉറങ്ങിയിട്ട് പോകാമെന്ന് പറയും. അതാണ് സംഭവം. അപ്പോൾ നിനക്ക് സന്തോഷമില്ല, അവിടെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹം സന്തോഷവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിനക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം ഉണ്ടാകും, അല്ലെങ്കിൽ അളിഞ്ഞ മോന്ത ഉണ്ടാകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന അളിഞ്ഞ മോന്തയായിട്ടാണ്. അതായത് അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ലവ് ലെവല് താഴെയാണ്. പിന്നെ അക്കാനും വേണ്ടി ഒക്കാനിക്കുകയാണ്. ഏതായാലും ചെന്ന് തല വെച്ച് കൊടുത്തില്ല ഉടമ്പടിക്ക്, ഇനിയിപ്പോൾ നിവർത്തിയില്ലല്ല ചെയ്യാൻ, അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ മുണ്ണകളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് എൻ്റെ അഭിപ്രായം. കാര്യമില്ല, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. സാത്താൻ മാത്രമേ ദൈവത്തെ പരീക്ഷിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ വേഷം കെട്ടി വരേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സന്തോഷമില്ലാതെ ദൈവസ്നേഹമില്ലാതെ സുവിശേഷം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എന്നെ ക്രമീകരിക്കണമേ, എന്നെ തെറ്റിത്തിരുത്തിക്കൊണ്ട് പുതിയ അഭിഷേക തൈലത്താൽ എന്നെ ശക്തീകരിക്കണമേ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ നിധിയായിട്ട് കാണാത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നേടിയ മറ്റു സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ് ക്രിസ്തുവെന്നുള്ള ആന്തരികമായ ബോധ്യം വരാത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. മത്തായി സുവിശേഷം 13:44. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 13:44. മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് വിഷയം. അതായത് ആ സ്വർഗരാജ്യം എന്നുള്ള അതിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തു എന്ന് അവിടെ ചേർക്കേണ്ടത്.
ഇപ്പോഴേ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെയാണെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന് പകരം അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ക്രിസ്തു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിധിയായിട്ട് നമുക്ക് തോന്നണം. എല്ലാം തുടങ്ങണം അവിടെ നിന്നാണ് കേട്ടോ. ക്രിസ്തുവിനെ നിങ്ങൾക്കൊരു നിധിയായിട്ട് തോന്നണം. പക്ഷേ എങ്ങനെ തോന്നണം? നിങ്ങളുടെ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിധിയായിട്ട് തോന്നണം. അവിടെ മാത്രമേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിങ്ങൾക്ക് ക്രിസ്തുവിനെ നിധിയായിട്ട് തോന്നണം. അപ്പോഴാണ് നിങ്ങളുടെ ഉറക്കമോ നിങ്ങളുടെ സമ്പത്തോ സന്തോഷത്തിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്ലേശിച്ചും സങ്കടപ്പെട്ടും ഒക്കെ മ്ലാനമായിട്ടേ കൊടുക്കത്തുള്ളൂ. അതാണ് വിഷയം വരുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലി ചെയ്യണം നോക്കണം. കാര്യം ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ ഇത്, ചെയ്യുന്ന പദ്ധതിയല്ലേ. അപ്പം ചെയ്യുന്ന പദ്ധതി ആണെങ്കിൽ പോലും ഇതെങ്ങനെ ചെയ്യേണ്ടത്, ചെയ്യണമെങ്കിൽ എന്താണ്? അതായത് ക്രിസ്തുവിനെ നിങ്ങളെ മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയ നിധിയായിട്ട് നിങ്ങൾക്ക് തോന്നണം. നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങളുടെ ILTSനെയും വസ്തുവിൽപ്പനയും ജപ്തി രക്ഷപ്പെടുന്ന അവസ്ഥയും നിങ്ങളുടെ വിവാഹത്തെയും നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നതും ക്രിസ്തുവിനേക്കാൾ മുകളിലായിട്ട് കണ്ടാൽ മിക്കവാറും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ആൾക്കാർക്ക് വരുന്ന അപകടം അതാണ്. നിങ്ങൾക്ക് വരുന്ന പോരായ്മകൾ, മക്കളില്ല, വീടില്ല, ജോലിയില്ല, ജപ്തിയാണ്, ഇങ്ങനെയുള്ള വിടുതൽ ക്രിസ്തുവിനേക്കാളും ഉയർന്ന സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതാണ് നിങ്ങളുടെ ഉടമ്പടി താമസിക്കാൻ കാരണം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാതിരിക്കാൻ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ ഉള്ളിലെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനേക്കാൾ മേലായിട്ടാണ്. ഇപ്പം 36 വർഷം നിങ്ങൾക്കറിയാം, ഈ അൾത്താറയെന്ന് പറയണത് 55 വയസ്സുള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കുന്ന അൾത്താറയാണ്. എത്ര സാക്ഷിയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഈ അൾത്താറ 55 വയസ്സുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആകണ അൾത്താറയാണ്, ഒറ്റ പ്രാർത്ഥന കൊണ്ട്. അതൊക്കെ നമ്മൾ ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഞാനിതൊക്കെ അറിയണത്. ഉടമ്പടിക്ക് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. കേരളം മുഴുവനും ഞാൻ ഏതാണ്ട് 107 കണ്ണൂർ തൊട്ട് ട്രിവാൻഡ്രം, ഇടുക്കി തൊട്ട് പുത്തൻതോപ്പ് വരെ 107 ജപമാല ധ്യാനം നടത്തിയിട്ടുള്ളത് 2002, 2004 കാലഘട്ടങ്ങളിൽ. അത്രയും തീക്ഷ്ണമായ കാലഘട്ടങ്ങളിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ തന്നെയും 365 ദിവസം ജപമാല 2003 തൊട്ട് 2004 നടക്കുമായിരുന്നു. രാത്രിയും പകലും ഇടതളവില്ലാതെ അളമുറിയാതെ ജപമാല നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച ഒരിക്കലും പ്രാർത്ഥന ദൈവത്തെ നിൻ്റെ കൺമുമ്പേ കണ്ടിട്ടില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ഇനി ഉയരാനുണ്ട്, വളരാനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം അമലു ജനാർദ്ദൻ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, ഈട്ടിവെട്ട് സാക്ഷ്യം. നിങ്ങൾ സാക്ഷ്യം കേട്ടില്ലേ? നോക്കി നിൽക്കുമ്പോൾ ഈ സാധനങ്ങൾ ലക്ഷക്കണക്കിന് 1,10,000 ആൾക്കാർ ബീച്ച് ചെയ്തത്. അവൾ ഇടിവെട്ടായിട്ട് പറയുന്നുണ്ട് സാധനം. അപ്പോൾ അവൾ പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ക്രിസ്മസിന് വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ എൻ്റെ വാതിക്കൽ കൂടി കരോളുകാർ പോകണം. അപ്പം ഞാൻ അവർ പാടുന്ന പാട്ട്, എനിക്കറിയാവുന്ന പാട്ടാണ്, ഞാൻ അതിൻ്റെ കൂടെ പാടി തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ മത്താപ്പ് കത്തിക്കണം. ഞാൻ മത്താപ്പ് നോക്കിയപ്പോഴുണ്ട് അവിടെ അമ്മ, സ്വർഗാരൂപിതയെ അമ്മയെ കണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ എൻ്റെ മനസ്സിൻ്റെ ഹാലൂസിനേഷൻ ആയിരിക്കും. ആ കുട്ടി, അപ്പുറത്തെ വീട്ടിലെ കുട്ടി പിന്നെ ഒരു മത്താപ്പ്, ഒരു പൂക്കുറ്റി കൂടി കത്തിച്ച്, അത് ഞാൻ അതേ പൊസിഷനിലാണ് കത്തിച്ചത്. അപ്പം ഞാൻ നോക്കി, അമ്മ വീണ്ടും വന്നോ? ഇല്ല, അത് സാധാരണ പൂക്കുറ്റിയാണ്. അപ്പം ഞാൻ ആദ്യം അമ്മയെ കണ്ടല്ലോ, അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലേ എന്ന് ഞാൻ ധരിച്ച് വീട്ടിലെത്തുമ്പോഴുണ്ട്, ഞാൻ ക്രിസ്മസ് ലീവും കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു സമ്മാനം തന്നു. കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു അത് അമ്മയാണോ കർത്താവാണോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അത് അമ്മയും പോലെയും കർത്താവിനും പോലെ ഇരിക്കണമുണ്ട്, എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു സമ്മാനം തന്നു 3 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോഴുണ്ട് ഞാൻ മത്താപ്പിൽ പിരിഞ്ഞു നിന്ന ആ വെളുത്ത രൂപത്തെ തന്നെയാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. സുഖമായിടും എൻ്റെ ഉള്ളം
അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അതെന്താ വെച്ചാൽ മക്കളെ, ഈ പ്രാർത്ഥന ഒരിക്കലും കുറവില്ല, ഒരിക്കലും പ്രാർത്ഥന കൂടുതലാകത്തുമില്ല. നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വല്ല വട്ടും പിടിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാന്ന് പറയും. പക്ഷേ പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ശത്രുക്കളുണ്ടായിരിക്കും. പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്താൻ വേണ്ടി ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരുത്തൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയാണെന്ന്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മത്തായി 10:36. 10:36 മത്തായി സുവിശേഷം. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ക്ലിയറല്ലേ? നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നില്ല കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിലേക്ക് വന്നാൽ ഓർക്കുക, നിൻ്റെ ശത്രു അന്ന് വരെ മിത്രമായിരുന്ന ആൾ കുടുംബത്തിൽ തന്നെയുള്ളവർ ശത്രുവായിട്ട് മാറും. പക്ഷെ അവരുമായിട്ട് നീ കടിപിടിക്ക് പോകരുത്, ബുദ്ധിയല്ലത്. അവരോട് സൗമ്യമായിട്ട് നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. നിൻ്റെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ഈ ബന്ധുക്കളിലൂടെയും സ്വന്തപ്പെട്ടവരിലേയും കോഴിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദീപം നിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലിക്കെടുത്താൻ നോക്കും. അപ്പോൾ അവിടെ കഴുത്തെ കയറാൻ ഈശോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് അവരെ അടക്കി ഒതുക്കാൻ വേണ്ടി ദാർഢ്യങ്ങൾ കാണിക്കരുത്. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ച് സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 5:8. 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അപ്പോഴേ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസത്തിനെതിരെ ഒരു പ്രലോഭനമോ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമ്പോഴേ അവരെ തിരിച്ചാക്രമിക്കുകയല്ല ചെയ്യണത്. നിങ്ങൾ വിശ്വാസം ഉറച്ചു നിൽക്കണം. പക്ഷെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസം ഉറച്ചു നിൽക്കുന്നത് വിശ്വാസത്തിന് തക്ക സ്നേഹനിർഭരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പോലും ഞെരുക്കത്തിൻ്റെ സമയത്ത് സഭയ്ക്ക് നൽകിയ ഉപദേശം എന്താണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അനേകം കഷ്ടപ്പാടുകളിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസി
വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22. നടപടി പുസ്തകം 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, വിശ്വാസത്തിനെതിരായി എപ്പോഴും സ്വന്തം കുടുംബത്തിൽ തന്നെ ആക്രമണങ്ങളുണ്ടാകും. ആക്രമണം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ പ്രത്യാക്രമണം ചെയ്യരുത്, പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ചില സമയത്ത് കഷ്ടപ്പാടുകളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ ഈ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ചൈതന്യത്തിൽ പോണ കാരണം വല്ല അലപരാധികൾക്കും ജോലി വാങ്ങിച്ചു കൊടുത്താലും നമുക്ക് തരത്തില്ല. നമ്മളെ ഒറ്റപ്പെടുത്തുകയും സൈഡ് ലൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, ദൈവം നിന്നെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്നെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കൈയിട്ടിച്ച് കർത്താവ് നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഗലാത്യർ 5:6 വെച്ചാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. വിശ്വാസം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അത് ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ സ്നേഹമുണ്ടാകണം. പല ആൾക്കാരുടെ സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വേഗത വർദ്ധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേഗത വർദ്ധിക്കും. സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെയ്യുന്ന കാര്യങ്ങൾക്ക് സന്തോഷമുണ്ടാകും. എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിലേ നമുക്ക് സന്തോഷമുണ്ടാകും. അതാണ് 13:44 കണ്ടത്. അവൻ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങുന്നു. അപ്പോൾ വേഗത, സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കാര്യം ഉടമ്പടി പ്രവർത്തനത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അതിന് വേഗതയുണ്ടോ? അതിൽ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടോ? ദാറ്റ് യു ഡിസൈഡ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി സാക്ഷ്യങ്ങളിലെ, ഉടമ്പടി പ്രവർത്തനങ്ങളിലെ വേഗതയോടെ സന്തോഷത്തോടെ സർവോപരി ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ. ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേക. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം
ആയിരം സ്തോത്രമേകാം. ഈ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ വേഗത വരണമെങ്കിൽ, സന്തോഷം വരണമെങ്കിൽ, ദൈവസ്നേഹം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി വചനം പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് 1 പത്രോസ് 4:11. ശ്രുതികട ഹല്ലേലൂയ. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതായത് ഇപ്പം നിങ്ങൾ പ്രസംഗിക്കുന്നില്ല, നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സാക്ഷികളടങ്ങിയ പത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പ്രസംഗിക്കുന്നതിൻ്റെ പകരമാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ എല്ലാവർക്കും ചാതുര്യമില്ലാത്ത കൊണ്ടാണ് നമുക്ക് ആ ജോലി ചെയ്യേണ്ടി വരണത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. വേദനപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഇത് വായിക്കുന്നുണ്ട്. ഇപ്പം ഇത് അമലു പറഞ്ഞത് എന്താ വെച്ചാൽ, അമല് പറഞ്ഞത് എന്നോട് പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് കൃപാസനത്തിലെ പത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന്. അപ്പം ചില ആൾക്കാരുടെ അനുഭവം അതാണ്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ, സന്തോഷത്തോടെ ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഇത് ആടെ മുതുകത്ത് വെച്ച് കെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ വല്ലവരും എന്നെ പറയുമോ, എന്നെ കളിയാക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പമ്മിയാണ് പോണെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നീ സന്തോഷത്തോടെ ചെയ്യുന്നില്ല, നീ വേഗത്തോടെ ചെയ്യുന്നില്ല, നീ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ പണ്ട് പത്രപ്രേക്ഷണ പ്രവർത്തനം ഹോസ്പിറ്റൽ മിഷൻ എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ചാരിറ്റി മിഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത്. പണ്ട് പത്രം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റൽ മിഷൻ ഉണ്ടായിരുന്നു, ആശുപത്രി കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അത് ചെയ്യണത്. അഖണ്ഡ ജപമാല നടത്തിയിട്ടാണ്. കാര്യം അവർ ദൈവസ്നേഹം നിറഞ്ഞ സുവിശേഷ വേലയുടെ ചൈതന്യത്തോടെയാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളെന്ത് ചെയ്യണത്? ഉടമ്പടി എടുത്തു, അതിനകത്ത് അങ്ങനെ ഒരു ഡിമാൻഡുണ്ട്, എന്നാൽ പിന്നെ ആരെങ്കിലും പെട്ടിക്കൊണ്ട് കെട്ടിവെച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മൂഡിലായി ചെയ്യണത്. അതുകൊണ്ടാണ് ഇത് ചിലക്ക് വിജയിക്കാത്തതിൻ്റെ കാരണം അതാണ്. കാര്യം ഇതിൻ്റെ സന്തോഷം ഉണ്ടാകണം, വേഗത ഉണ്ടാകണം, പിന്നെ എന്താണ് അതിനെ എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്ന ദൈവസ്നേഹം ഉണ്ടാകണം. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ആ 3 വികാരം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഇതും കൂടെ പുറത്തിറങ്ങി കർത്താവിന് വേണ്ടി വേറെ ചെയ്യാൻ. അല്ലെങ്കിൽ അത് ന്യൂമറിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ആയിപ്പോവും. നിങ്ങൾക്കറിയാമോ, ടെക്നിക്കലായിട്ട് ചെയ്താലും സംഖ്യാപരമായിട്ട് ചെയ്താലും, ഇപ്പം ഇന്ന ചില സംഖ്യാപരമായിട്ട് 10 പത്രം കൊടുത്ത് 15 പത്രം കൊടുത്ത് സംഖ്യ എണ്ണി പറയും, സംഖ്യാപരം ന്യൂമറിക്കലായിട്ട്. അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്കേതികമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉടമ്പടിക്കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചെയ്യുന്നു സാങ്കേതികമായി. ഇങ്ങനെ 2 ചെയ്താൽ ഈ സംഭവം ഉടമ്പടി കത്തത്തില്ല. ഇത് കത്തുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യേണ്ടി വരും. അത് വളരെ സീരിയസ് ആണ്. പക്ഷേ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 പത്രോസ് 4:11 ഒന്ന് വായിച്ചേ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. ഇത് പ്രസംഗമാണല്ലോ നിങ്ങൾ ചെയ്യണത്. അത് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവല്ല. ജോസഫച്ചൻ പറഞ്ഞ് കൃപാസനത്തിൽ ചെന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യരുത്, വിജയിക്കത്തില്ല. ജോസഫച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്താൽ ഇത് വിജയിക്കത്തില്ല. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട്, കർത്താവാണ് എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഒരു അപ്പോസ്തലന്മാരുടെയും കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ കർത്താവിൻ്റെ ജോലി ചെയ്യുന്നവൻ അങ്ങനെ ധരിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്താണ്? ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. കൈ ഇടിച്ച് കർത്താവിനെ അഭിഷേകം ചെയ്യണമേ. നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ,
ബലമല്ല നിന്ദയാണേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി രോഗികളെ പോയി കാണുന്നവരെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ശുശ്രൂഷിക്കാൻ പോകുന്നവരെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ശുശ്രൂഷിക്കുന്നതിന് എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 പത്രോസ് 4:11. 1 പത്രോസ് 4:11. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ഇപ്പൊ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണില്ലേ? എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സാക്ഷ്യം കൊടുക്കും. ഈ സാക്ഷ്യം പറയുന്ന എല്ലാവരും അത് പറയുന്നുണ്ട്. അവര് വെളുപ്പിനെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി കിടപ്പ് രോഗികൾക്കും നിൽപ്പ് രോഗികൾക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ എന്ത് ചെയ്യണം? ഇപ്പോൾ തറവാട്ടിൽ പോയി പ്രായമുള്ളവരെ ചെറിയൊക്കെ പിടിച്ച് കിടക്കുന്നവരെ കുളിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ എന്ത് ചെയ്യണം? എങ്ങനെയാണത് ചെയ്യേണ്ടത്? ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കണം എന്നല്ല പറയേണ്ടത്. ശുശ്രൂഷിക്കുന്നത് എന്ത് ചെയ്യണം? റീഡ് അഗൈൻ. ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. എന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി എന്ന് പറയുമ്പോഴേ അതൊക്കെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ എന്താ കുറച്ച് ഒന്നാമത്തല്ല ഈ തറവാട്ടിൽ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ കുളിപ്പിക്കാൻ പോകത്തില്ലേ? എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവിടെ ആളില്ലാഞ്ഞിട്ടാണ്. ആളുണ്ട്. അവിടെ മരുമകൾ ഏതെങ്കിലും ഒരുത്തി ഉണ്ടാവുമല്ലോ. അവിടെ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൈ ഒഴിയാത്ത കൊണ്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും മക്കളായിട്ട് പെൺമക്കളായിട്ടുള്ളവരും അതുപോലെ നാത്തൂന്മാരായിട്ടുള്ളവരും വീട്ടിൽ പോയി അത് ചെയ്യണത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യാൻ സംഭവിക്കാൻ പോണെന്താ? നിങ്ങൾ ഈ അമ്മയപ്പനെ അല്ലെങ്കിൽ അപ്പാപ്പനെ കുളിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ആ തറവാട്ടിൽ താമസിക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഗെയിം കളിക്കായിരിക്കും കാണിച്ച് ചെയ്യണത് എന്ന് ചിന്തിക്കേ. അപ്പം നിങ്ങൾ അവിടെ തന്തക്കം പിടിച്ചിട്ട് തിരിച്ചു പോരും. പിന്നെ ഇവൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് എന്താ കാര്യം? മനസ്സിലായോ? അപ്പം മനസ്സിലായില്ലേ? എനിക്ക് കാര്യം മനസ്സിലായി, സിറ്റുവേഷൻ മനസ്സിലായ? നിങ്ങൾ ഈ തറവാട്ടിലെ രോഗികളെ, കിടപ്പ് രോഗികളെ കണ്ട് കഴുകാനും കുളിപ്പിക്കാനും ചെല്ലുമ്പോൾ അതവിടെ ചെയ്യേണ്ട ആൾക്കാർ അവിടെ നിന്നിട്ട് വീഡിയോ ഗെയിം കാണുകയോ അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ചെല്ലണ ഇഷ്ടമില്ല. കാര്യം എന്താണ്? അവരെ കൊച്ചാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ചെല്ലണത്. തന്നെയല്ല, അവർ ചെയ്യണില്ലല്ലോ അത്. അപ്പോൾ 2 ശത്രുതയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം. അപ്പോൾ ഈ കാശ് കൊടുത്ത് കടിക്കണ പട്ടണം മേടിക്കാനുണ്ടാ, പക്ഷെ മേടിക്കേണ്ടി വരും. കർത്താവിന് വേണ്ടി നിങ്ങളെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചില്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാര്യം ശുശ്രൂഷയുടെ പിശാച്, എതിര് പിശാച് അവിടെ ഇരിപ്പുണ്ട്. അവിടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അവിടെ എതിര് പിശാച് അവിടെ ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു എന്ന് പറയണത് എന്താണ്? ക്രിസ്തുവിനെതിരെ വരുന്ന എല്ലാം അന്തിക്രിസ്തുവാണ്. ക്ലിയർ അല്ലേ? അവസാന കാലങ്ങൾ വരുന്ന കക്ഷിയല്ല. അതായത് ക്രിസ്തുവിൻ്റെ അരൂപിക്കെതിരെ വരുന്ന ആരായാലും അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു ലോകത്ത് നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ? ചിലപ്പോൾ നിന്റെ നാത്തൂനായിരിക്കും, ചിലപ്പോൾ നിൻ്റെ മരുമകളായിരിക്കും, അമ്മായിയമ്മയ്ക്ക് അയൽവാസിയായിരിക്കും. പക്ഷെ കക്ഷി അന്തിക്രിസ്തു ആയിരിക്കും. Take the bed of God, അന്തിക്രിസ്തു. ശ്രദ്ധിക്കട്ടെ. 1 യോഹന്നാൻ 4:3. 1 യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, പറഞ്ഞില്ലേ? വരാനിരിക്കുന്നു. എന്താ പറയണത്? എന്താ പറയുക? യേശുവിനെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കണേ? ആ വീട്ടിലാണ് അപ്പാപ്പനുള്ളത്. അങ്ങനെക്ക് അയാൾക്ക് നടക്കാൻ പറ്റണില്ല, കിടപ്പാണ്. തൂറുമുള്ളും എല്ലാം കട്ടിലത്ത് തന്നെയാണ്.
അതിനകത്തിൻ്റെ ചൂടുവെള്ളം നനച്ച് കുളിപ്പിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ആളാണ് അവിടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, അന്തിക്രിസ്തു. കണ്ടില്ലേ? അപ്പം നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ അവരുടെ അടുത്തേക്കാണ് ചെല്ലണത്. അപ്പോഴെന്താ ചെല്ലണത്? നിങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ച പോലെ ശുശ്രൂഷിക്കണമെന്ന് പറയുന്നത്. നേരത്തെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വേണം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഈടറവുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിടിച്ചിലുണ്ടാവും. എനിക്കെന്ത് കാര്യം? നമ്മളെന്താ പറയണത്? അപ്പൻ്റെ ഓഹരി തിന്നണത് അവളല്ലേ? പാറ്റാപ്പിഴുക്കുണങ്ങണാണ് എന്തിനാ? എള്ള ഉണങ്ങണത് എണ്ണ കിട്ടാൻ, അവരാണ് എള്ള്, നമ്മൾ പാറ്റാപ്പിഴുക്കല്ലേ, എന്തിനാ ഉണങ്ങണതെന്ന് ചോദിക്കും. മനസ്സിലായ? അപ്പം ഇങ്ങനെ ക്രിസ്തുവിനെതിരായിട്ടുള്ള അരൂപികൾ നമ്മുടെ പ്രവർത്തനം മണ്ഡലങ്ങളിൽ ഉള്ളത് കാരണം നമുക്ക് ശക്തി വേണം. അതുകൊണ്ടാണ് 1 Petrus 4:11 പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് പോയി ശുശ്രൂഷിക്കേണ്ടത്. കാര്യം എന്താണ്? ശക്തി കെടുത്താൻ വേണ്ടി അന്തിക്രിസ്തു അവിടെ തന്നെ ഓൾറെഡി ഉണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. അന്തിക്രിസ്തു 1 യോഹന്നാൻ 4:3 യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തിക്രിസ്തു ഇപ്പൊ തന്നെ ഉണ്ടെന്ന്. എന്താ കാര്യം? അവളുടെ ഉത്തരവാദിത്വത്തിൽ ആ മനുഷ്യൻ്റെ ഓഹരി കൊണ്ടാണ് ഇവൾ ജീവിക്കണത്. അവളുടെ ഭർത്താവും മക്കളും ജീവിക്കണതെല്ലാം ആ മനുഷ്യൻ നേടിയെടുത്ത ഓഹരി കൊണ്ടാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ മേത്ത് വെള്ളം പോലും കോരിയൊഴിക്കത്തില്ല. അതാണ് ക്രിസ്തുവിൻ്റെ അരൂപിയില്ലാത്ത ആത്മാവ് അന്തിക്രിസ്തുവാണ് ഇപ്പം തന്നെ ഉണ്ടെന്ന്. അവരായിരിക്കും നിങ്ങളുടെ ശത്രു. അതുകൊണ്ട് അവരുടെ ശത്രുവിനെ അതിജീവിച്ചുകൊണ്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്കെന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി വേണം. അതുകൊണ്ടാണ് 1 Petrus 4:11 പറയണത്. അപ്പം പ്രേക്ഷിത വേലെന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് നിങ്ങൾ തന്നെ ശക്തീകരിക്കുകയും ദൈവത്തിന് ശക്തി ആർജിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഓപ്ഷനാണ്. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ വിളിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, അന്തിക്രിസ്തുക്കളുള്ള നാട്ടിലെ നിന്റെ സത്യനാമത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണം. ശ്രദ്ധിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്ര അന്തിക്രിസ്തുവിൻ്റെ അവതാരങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അത് കുടുംബങ്ങളിലായാലും ആശുപത്രിയിലായാലും എല്ലായിടത്തും അന്തിക്രിസ്തുവിനെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാൻ പറ്റണത് എന്താണ്? മുറുമുറുപ്പുണ്ടാകും ഓരോ തരത്തിൽ. അങ്ങനെയുള്ള മുറുമുറുപ്പുണ്ടാകുമ്പോഴേ നിങ്ങളുടെ ചൈതന്യം നിങ്ങൾക്ക് എടുത്തിക്കളയും. അത് ബൈബിൾ എന്താ പറയണത്? ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഇങ്ങനെയുള്ള ആൾക്കാർ കൈ കൊടുക്കാൻ പോകരുത്, അതിൻ്റെ പേര് അവരുമായിട്ട് മുറുമുറുപ്പ് ഉണ്ടാക്കരുത്. ഫിലിപ്പിയർ 2:14-15 Take the word of God. ഫിലിപ്പിയർ 2:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പി 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഈ കക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണത്? മുറുമുറുപ്പുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അവരെങ്കിലും പറയും, പിശാച് വന്നിട്ടുണ്ടെന്ന് അവർ പറയും. നമ്മളെ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ നിഴൽ കാണുമ്പോൾ തന്നെ പിശാച് ഇറങ്ങിയിട്ടുണ്ടോ, എന്ത് വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കും. അവർ നമ്മൾ വിളിക്കും. അപ്പം തന്നെ അപ്പം പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജാമ്യത്തിലെടുക്കണത് ബൈബിള്. നിങ്ങൾ എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയണത്. അങ്ങനെ പറഞ്ഞാൽ ഈ കൃപ പോകും. അതുകൊണ്ട് ഫിലിപ്പിയർ 2:14 ഒന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞേ, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. എന്താ തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെയ്യേണ്ട ജോലിയല്ലേ നിങ്ങൾ ചെയ്യാൻ പോണത്.
ആ വീട്ടിലെ ഈ കിടപ്പ് രോഗിയുടെ ആസ്തി മുഴുവനും കൈകാര്യം ചെയ്യണത് എന്താണ്? അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തർക്കം ഉണ്ടാകും. അവരല്ലേ ഇത് കൈകാര്യം ചെയ്യണത്, നമുക്കെന്ത് കാര്യമൊക്കെ ചെയ്യാൻ എന്ന് നമുക്ക് തോന്നും. നാട്ടുകാരെ കുളിപ്പിച്ചാൽ ഈ പണ്ടാരത്ത് കുളിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് പറയും. അതാണ് തർക്കം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വാഭാവിക മാനുഷികമായിട്ട് ഇങ്ങനെ തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിങ്ങൾ വചനം ജാമ്യത്തിലെടുക്കുന്നത്. എന്താ പറയണത്? ഫിലിപ്പിയർ 2:14 ഇതൊന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞേ, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അടുത്ത വായിച്ചേ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇവരുടെ മധ്യയാണ് ഇവര് പറഞ്ഞ ഇവര് ഇരുട്ടാണെന്നാണ് മജയം പറയണത്. ഈ ടൈപ്പ് പാർട്ടിക്കാർ ബേസിക്കായിട്ട് എന്താണ്? ഇരുട്ടാണ്. ഇവിടെ മധ്യ നമ്മളെന്താണ്? മറ്റൊരു ഇരുട്ടായിട്ട് മാറരുത്. നിങ്ങൾ മത്സരമായിട്ട് പോയി കഴിഞ്ഞാൽ അവരെക്കാൾ വലിയ ഇരുട്ടായിട്ട് നിങ്ങൾ മാറും. അതുകൊണ്ട് അവിടെ മധ്യേ നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചമായി മാറണം. കൈയിട്ടിച്ച് കർത്താവേ നന്ദി പറയുന്നു. പ്രവൃത്തികളുടെ വെളിച്ചമായി ഞങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു ടോക്ക് കേട്ടായിരുന്നു. വൈദികരെക്കുറിച്ച് പറഞ്ഞ ഒരു ടോക്കാണ് കേട്ടത്. അപ്പം അത് വലിയ ആഘോഷമായിട്ട് കെട്ടിയെഴുന്നള്ളിച്ചാണ് ആ പറഞ്ഞ കക്ഷി പറഞ്ഞത്. വൈദികൻ ബേസിക്കായിട്ട് ഒരു മനുഷ്യനായിരിക്കണമെന്ന്. എന്തൊരു മണ്ണാങ്കട്ട വർത്തമാനമാണ് പറഞ്ഞിരിക്കണത്. പിണ്ണാക്കാണ്. എന്താ സംഭവിച്ചിട്ടുണ്ട്? ഒരു വൈദികൻ എന്നല്ല, ഒരു വിശ്വാസി ബേസിക്കായിട്ട് ക്രിസ്തു ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ക്രിസ്തു ആകുന്നത്. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഈ അന്തിക്രിസ്തുക്കളുടെ മുമ്പിൽ, ഇരുട്ടിൻ്റെ മുമ്പിൽ വെളിച്ചമായി പ്രഘോഷിക്കുമ്പോൾ യു വിൽ ബി എ ക്രൈസ്റ്റ്. ഉടമ്പടി നിങ്ങളെ ക്രിസ്തുവാക്കും. കൈയിടിച്ച് കർത്താവ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവേകമേകണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, നിത്യാനന്ദായകനേ. അപ്പോൾ ഉടമ്പടി ജീവിതത്തിലൂടെ നിങ്ങളെ ദൈവം ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയണം, 90 ദിവസത്തിലൂടെ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണിത്. പണ്ട് ഒരു ധ്യാനം കൂടുമ്പോൾ എത്രയോ കാലം കാത്തിരിക്കണം ഒരു മനുഷ്യൻ ചേഞ്ച് ചെയ്ത് സൽപ്രവർത്തികളിലേക്ക് വരണമെങ്കിൽ. പ്രാരംഭ ധ്യാനം, വളർച്ചാധ്യാനം, ആന്തരിക സൗഖ്യധ്യാനം, പ്രാർത്ഥന അനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും എത്തണത്. ഇങ്ങനെയല്ല. ഇന്ന് സത്യസന്ധമായിട്ട് 90 ദിവസം ഉടമ്പടിയുടെ ആധ്യാത്മികമായ അരൂപി ഉൾക്കൊണ്ടുകൊണ്ട് നീ ക്രിസ്തുവിന് വേണ്ടി പോരാടുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് അന്തിക്രിസ്തു സൃഷ്ടിക്കുന്ന ഇരുട്ടിനെതിരെ ക്രിസ്തുവാകുന്ന പ്രകാശവാഹകനായിട്ട് നീ മാറുന്നു. ശ്രുതികട്ടെ. വിവേകമേകണമേ, വിജ്ഞാനദായകനേ,
വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് സന്തോഷത്തോടെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കർത്താവ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് നന്ദി പറയണം. നിങ്ങളുടെ ആന്തരികതയെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. സ്തുതിയുടെ മക്കളെ, സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വചനത്താൽ ധന്യരാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഞങ്ങളെ വിശദീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗികളെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരായാലും ശരി, ഈ ധ്യാനം സാധാരണ കൂടുന്നത് ഏറ്റവും കുറഞ്ഞത് 2.5 ആൾക്കാരാണ് നമുക്കൊരാഴ്ചയിൽ ഈ ധ്യാനം കൂടുന്നത്. അവരെ എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിൽ ഉദര രോഗികളെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ഇപ്പോഴേ വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതാണ്. കർത്താവ് നിങ്ങളുടെ കൈകളെ തന്നെ അവിടുത്തെ കൈകളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഉദര രോഗികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ബ്ലീഡിങ് മാറാത്തവരെ, പീരീഡ്സ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നവരെ, കുടലിൽ കുരുക്കളുള്ളവർ, അൾസർ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, സാധാരണഗതിയിൽ ഈ ട്യൂബിൽ പ്രഗ്നൻസി ആകുന്നവരെ, അതുപോലെ ഗർഭപാത്രം ഇടിവ് തട്ടിയവരെ, അങ്ങനെ എല്ലാവരെയും, അരിസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ എല്ലാവരെയും ഇപ്പോൾ ഓർക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മഴ പോലെ തന്നെ തിരുരക്തം തളിച്ചുകൊണ്ട് നിങ്ങളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധമായ നിമിഷങ്ങൾക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ കൈകളിൽ കർത്താവെ നിന്റെ വിശുദ്ധ തൈലം പരട്ടണമേ. നിന്റെ തിരുമുറുമാർന്ന വലത്ത് കരത്താൽ മക്കളെ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷടയാളത്തിൽ ദിവശക്തിയാൽ നിന്റെ മാരക രോഗങ്ങൾ തീരാവേത്തികൾ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനുടെ യോഗ്യതയാണ്. കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ തീരാവേദികൾ ഈ നിമിഷം യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പറയുന്ന സ്ഥലങ്ങളിൽ യേശുനാമത്തിൽ കൈവച്ചുകൊണ്ട് വേണം വിശ്വാസപ്രമാണം ചെല്ലാൻ. ഇപ്പോൾ കിഡ്നി രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. കിഡ്നി സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു കാര്യം വ്യക്തമാണ്, കർത്താവിന് ഇതിനെ അഡ്വാൻസ് ചെയ്യാതെ നിങ്ങളെ കിഡ്നി രോഗത്തെയും ക്രിയാറ്റിനെയും അഡ്രസ്സ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് സന്തോഷമായിരിക്കണം. അത് തന്നെ കരൾ രോഗികൾ നെഞ്ചിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ നടുവേലിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും. മക്കൾ, നിങ്ങൾ വേറെ ഏതെങ്കിലും രോഗികൾ, നിങ്ങളുടെ രോഗികളല്ലെങ്കിലും വേറെ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ വീട്ടിലുള്ളവരോ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ മാതാവിൻ്റെ തിരുസ്ഥനെ അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ രോഗസ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ നടുവ് രോഗികളെയും കിഡ്നി രോഗികളെയും കരരോഗികളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കിഡ്നി രോഗികളെയും കരൾ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ശിരസിൻ്റെ വേദന, തലയിൽ വെള്ളക്കെട്ട്, അതുപോലെ തന്നെ സ്ട്രോക്കുള്ളവർ, നിങ്ങൾക്ക് സ്ട്രോക്ക് ഇല്ലെങ്കിലും സ്ട്രോക്കുള്ളവർ വീട്ടിലുണ്ട്. ഇവിടെ മൊബൈലും കൊണ്ടുവരെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഓർത്തിട്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ENT ആയിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. അവ തൊണ്ടയ്ക്ക് മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, സ്പോണ്ടിലോസിസ് രോഗങ്ങളുള്ളവർ കഴുത്തിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിന് വാൽവിന് ശേഷിക്കുറവുള്ളവരെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ, തലയ്ക്ക് സ്ട്രോക്കുള്ളവർ എല്ലാം ഈ സമയത്ത് തൊട്ട് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മക്കളുടെ വിശ്വാസപ്രമാണം ചൊല്ലിയോ സ്തുതിച്ചോ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ഒന്നും അസാധ്യമില്ലാത്തവനെ, കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശ്വാസകോശം പ്രാർത്ഥിക്കുന്നു. സ്ട്രോക്കുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഷുഗർ രോഗികളെ, പ്രഷർ രോഗികളെ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മക്കൾക്ക് തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവരെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവസത്യ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, പാങ്ക്രിയാസ് രോഗികള്, ഷുഗർ രോഗികള്, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, അവന് വാതരോഗികൾ, എപ്പിലിപ്സി രോഗികൾ, ഫിക്സ് വരുന്നവർ, ഓട്ടിസം രോഗികൾ, അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സർവാംഗം കൈകൾ വെച്ച്, കൈകൾ പിണച്ച് ഹോൾ ബോഡി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം സുഖമായി ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. മക്കളെ, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിലും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളും തടസ്സങ്ങൾ, ദോഷങ്ങൾ കിടക്കുന്നവരുടെ വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതിലെല്ലാ വിഷയവും പെടും. നിങ്ങൾക്കറിയാം, മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 2004 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും പെടുന്നുണ്ട്. അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. എല്ലാം അമ്മ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ജോലിയില്ലാത്തവർ, ജോലി തടസ്സം കിടക്കുന്നവർ, വിസ ലഭിക്കാത്തവർ, ഓഫർ ലെറ്റർ പോലും ലഭിക്കാത്തവർ, ഓഫർ ലെറ്റർ ലഭിച്ചവർക്ക് അക്കോമഡേഷൻ കിട്ടാത്തവർ,
ഓഫർ ലെറ്റർ ലഭിച്ചവർക്ക്, പരീക്ഷ പാസ്സാകാത്തവരെ, പല പ്രാവശ്യവും തോറ്റുപോയവർ, IELTS, MOH, HAD, OET, അതുപോലുള്ള PT എക്സാംസ്, പ്രൊഫഷണൽ എക്സാം, മത്സര പരീക്ഷകൾ, PSC, അങ്ങനെയുള്ള എല്ലാ പരീക്ഷകളെയും അവിടെ അനുകൂലമായ റിസൾട്ടിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ, അവരെല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, മരിയൻ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ പ്രാർത്ഥനയുണ്ട്. അതാണ് ജപ്തി നടപടിക്കെതിരെ ഉള്ളത്. നിങ്ങളുടെ പുരയിടം, വസ്തുവകൾ, സ്ഥാവരജംഗ വസ്തുക്കൾ അമ്മയുടെ സംരക്ഷണത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള സമർപ്പണ പ്രാർത്ഥനയാണ് മരിയൻ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ജപ്തിക്കാർ വരുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ ഇനിയുള്ള കാലങ്ങൾ ഇതുപോലെ നരകം പിടിച്ചൊരു കാലമാണെന്ന് കോവിഡിന് മുമ്പ് തന്നെ അമ്മ സൂചന നൽകിയായിരുന്നു. എത്രയോ മുമ്പേ നമ്മളോട് പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന്. ദുരന്തം വന്നിട്ട് അഭയാർത്ഥികളെപ്പോലെ വീടും കൂടും വിറ്റ് ജനങ്ങൾ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് തോന്നുന്നത് ജോലി തേടിപ്പോവുകയാണെന്ന്. അവിടെ പോകുന്നവർക്കെല്ലാം സുഖമാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. അവരോട് ചോദിക്കണം വിഷയം അറിയണമെന്നുണ്ടെങ്കിൽ. അവർക്ക് സ്വന്തം ജീവിച്ച നാടും വീട്ടും നഷ്ടപ്പെട്ടു. അവിടെ തന്നെയാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ അവർ കാലാവസ്ഥയോട് വരെ പൊരുതേണ്ട ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വേദനിക്കുന്ന, ഓരോരോ രാജ്യങ്ങളിൽ വേദനിക്കുന്ന നമ്മൾ മക്കളുണ്ട്. അവർക്ക് വാടക വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നവർ, വീട് കിട്ടാത്തവർ, വീട് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവരെല്ലാവരും ഇപ്പം നമ്മൾ ഓർക്കുകയാണ്. നാട്ടിൽ തന്നെ വീടില്ലാത്ത എത്രയോ പേരാണ് ഓരോ ദിവസം കൃപാസനത്തിൽ വരണത്. അപ്പോൾ ഞാൻ ചോദിക്കും സ്ഥലമുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ സ്ഥലമില്ലെന്നും അവർ പറയും. 10-18 വർഷമായിട്ട് വീട് സ്ഥലവുമില്ലാതെ ഇവിടെ ഈ രാജ്യത്ത് താമസിക്കണവർ. അപ്പം അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് അവർ ജീവിക്കണത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോഴും താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ. അപ്പം നമ്മളോർക്കും അവിടെ ആൾക്കാരൊക്കെ വിട്ടു പോകാൻ പോവുകയാണ്, ഇവരുടെ സ്വാർത്ഥതയ്ക്ക് പോകാൻ പോകും. അങ്ങനെയല്ല, അവർക്കവിടെ ജീവിക്കാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. അവർക്കൊരു സമാധാനമില്ല അവിടെ താമസിച്ചിട്ട്. ഇപ്പോൾ എൻ്റെ അടുത്താ വന്ന് പറയണമെങ്കിൽ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ അവരുടെ നിന്ന് മാറാനുള്ള എൻ്റെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ആ പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അവരെ സഹായിക്കും. ചിലരോട് പറയും മക്കൾ മാറണ്ട, ഈ സാഹചര്യം ഇപ്പം മാറും, കുറച്ച് കഴിയുമ്പോൾ മാറും, ഇത്തിരി വെയിറ്റ് ചെയ്യാൻ പറയും. മാറണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞവരോട് ഞാൻ പറയും മാറാൻ ഉടനെ അമ്മ സഹായിക്കും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ആവശ്യമാണ്, മനുഷ്യന്മാരുടെ ആവശ്യമാണ്. സ്ഥലവും സമയവും ഒക്കെ ദൈവത്തിൻ്റെതല്ലേ. ഇപ്പോൾ ദൈവം ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ടത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പം പിന്നെ ജീവിക്കുന്ന ഇടക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാരെ പിടിക്കാതെ മനുഷ്യത്വമില്ലാതെയും സ്നേഹമില്ലാതെയും മാറുന്നവരുണ്ട്. അവിടെ കൂടെ ദൈവം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറണം. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ ജീവിപ്പിക്കാത്ത പാർട്ടി ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ പണിയായിരിക്കും. അപ്പം അതെല്ലാം നിങ്ങൾ ചിന്തിക്കണം, മനസ്സിൽ ചിന്തിക്കണം. ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഫോർമാറ്റായിട്ട് നിങ്ങൾ റീഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ജോലി, വീട്, വിവാഹം, മക്കളുടെ പഠനം, അങ്ങനെയുള്ള എല്ലാ വിഷയവും, സാമ്പത്തികമായ കടങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, അവരെല്ലാവരും കണ്ണീരോടെ കൈയുയർത്തിക്കൊണ്ട് കർത്താവ് തിരുസന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥത ഈശോയോട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, ഇവിടെ കൈ ഉയർത്തുന്നവർ, ഓൺലൈൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും ഈ കൈവിട്ട് കളയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം, ആണിപ്പെടുന്ന അത്ഭുതകരം, മക്കൾ പാർക്കുന്ന ഇടങ്ങളിലും താമസിക്കുന്ന ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും എവിടെയാണ് മക്കൾക്ക് ഓരോ തരത്തിലുള്ള പ്രയാസവും പ്രാരാബ്ദവും അനുഭവിക്കുന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ അമ്മയുടെ മാധ്യസ്ഥത്തെ സകല പുണ്യാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവിൻ്റെ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുരന്തങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെന്ന് വിട്ടുമാറട്ടെ. ശ്രുതിക്കട്ടെ. വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. മുട്ടതിക്ക് സമാപന ആശീർവാദം.
ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന, ഇപ്പോൾ നമ്മളെ പ്രത്യേകമായിട്ട് അലട്ടുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.